ന്യൂസിലാൻഡിനെതിരെ ഈ മാസം 11-ാം തീയതി ആരംഭിക്കുന്ന 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ 2020 ലോകകപ്പ് ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ശുഭ്മാൻ ഗിൽ ടീമിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയൻ പര്യടനത്തിൽ പരിക്ക് പറ്റിയ ശ്രേയസ് അയ്യരും ടീമിൽ മടങ്ങിയെത്തി. ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനായും ശ്രേയസ് അയ്യർ വൈസ് ക്യാപ്റ്റനുമായും 15-അംഗ ഇന്ത്യൻ ടീമിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷമിക്കും മലയാളി താരം സഞ്ജു സാംസണും ടീമിൽ ഇടം കിട്ടിയില്ല. ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറയ്ക്കും ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്കും വിശ്രമം അനുവദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിൽ സ്ഥാനം നിലനിർത്തിയപ്പോൾ യുവ ഓപ്പണറായ യശസ്വി ജയ്സ്വാളിനെ റിസർവ് താരമായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. KL രാഹുൽ ടീമിന്റെ പ്രധാന വിക്കറ്റ് കീപ്പർ ബാറ്ററായി എത്തുമ്പോൾ ഋഷഭ് പന്തിനെ രണ്ടാം വിക്കറ്റ് കീപ്പർ ബാറ്ററായി ടീമിലെടുത്തു. ഇതോടെ ഇന്ത്യൻ യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷന് ഏകദിന ടീമിലേക്ക് മടങ്ങിയെത്താൻ പറ്റിയില്ല. കുൽദീപ് യാദവ്, വാഷിംഗ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ എന്നിവർ സ്പിൻ നിരയിൽ സ്ഥാനം നിലനിർത്തിയപ്പോൾ ഓൾറൗണ്ടറായി നിതീഷ് കുമാർ റെഡ്ഡിയെ ടീമിൽ ഉൾപ്പെടുത്തി. മുഹമ്മദ് സിറാജും ഹർഷിത് റാണയും അർഷദീപ് സിംഗും പ്രസിദ്ധ് കൃഷ്ണയുമാണ് പേസർമാര്. ടീമിൽ ഉൾപ്പെട്ടെങ്കിലും ശ്രേയസ് അയ്യർ കളിക്കുന്ന കാര്യം സംശയത്തിലാണ്. പരമ്പരയ്ക്ക് മുമ്പ് ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സായാൽ മാത്രമാണ് ശ്രേയസിന് ന്യൂസിലാൻഡിനെതിരെയുള്ള ഏകദിന പരമ്പരയിൽ കളിക്കാൻ കഴിയൂ.